ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പെറ്റ്ലാൻഡ് പേസ്റ്റ് അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ ലോങ് വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം. ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, അത് തന്നെ അങ്ങ് ചെയ്യാന്ന് കരുതി. സോ രാവിലെ തന്നെ എഴുന്നേറ്റു, ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടു. അതിനുശേഷം പിന്നെ ബ്രഷൊക്കെ ചെയ്തു. എന്നിട്ട് പുറത്തൊക്കെ പോയപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബൈ ദ വേ ഗായ്സ്, ഇന്ന് ഞാൻ 8:30 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ എഴുന്നേൽക്കുന്നത്. സ്കൂളിലെ ടൈമിൽ മാത്രമേ ഇങ്ങനെ എഴുന്നേൽക്കാറുള്ളൂ. സാധാരണ ഞാൻ 1 മണിക്ക് 12 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. 2 മണിക്ക് വരെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 8:30 എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും മമ്മയൊക്കെ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുമായിരുന്നു. അതായത് മമ്മ വിചാരിച്ച സ്കൂളൊക്കെ തുറന്നിട്ട് എൻ്റെ മോൾ ഇങ്ങനെ എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്തായാലും വെക്കേഷൻ എന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ പോലും കരുതിയില്ല ഈ ഡേ ഇൻ മൈ ലൈഫിന് വേണ്ടി ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുന്ന. അലാറം പോലും വെക്കാതെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ ഒരു ബുക്കിലാട്ടോ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയത്. ആകുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് ഇങ്ങനെ കീറിച്ചെടുത്തതിന് ശേഷം വോളിലൊട്ടിക്കാലോ. മറ്റേ ബുക്കൊക്കെ ആകുമ്പോഴത്തേക്കും കീറുമ്പോഴത്തേക്ക് സൈഡൊക്കെ ഒരുമാതിരി ആകുമ്പോയില്ലേ. ഇതുപോലെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കീറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിക്കുന്ന ഏറ്റവും ബെറ്റർ. ഞാൻ എപ്പോഴും എന്നെ തന്നെ വന്ന് കാണാൻ വേണ്ടി ഈ കണ്ണാടിയുടെ മുമ്പേ വരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ സൈഡിലായിട്ടുള്ള ഈ ഒരു വുഡൻ ആയിട്ടുള്ള സംഭവത്തിൽ എനിക്ക് ഒട്ടിക്കാൻ കരുതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് സംഭവമായിട്ടില്ല യൂട്യൂബ് വീഡിയോ ഷൂട്ടിംഗ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെയും പിന്നെ നമ്മുടെ ആ ഒരു ബ്ലൂ റൂം, അതായത് എൻ്റെ റൂമുണ്ടല്ലോ, ആ റൂമിലെ വൈറ്റ് ടേബിളിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. മെയിനായിട്ട് ആ ഒരു ടേബിൾ മേടിച്ചത് തന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ. പക്ഷേ എനിക്ക് വെളിച്ചവും ലൈറ്റിങ്ങും മുഖ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നാൽ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ വന്ന് ഷൂട്ട് ചെയ്തു. ആൻഡ് ഗൈസ്, ഞാൻ ഇത്രയും നാൾ ചെയ്തതിൽ ദി ബെസ്റ്റ് ക്രാഫ്റ്റ് എവർ എന്ന് വരെ തോന്നിയത് എനിക്കിതിലാട്ടോ. എനിക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ പെരുന്നാളൊക്കെ ആയപ്പോഴത്തേക്ക് ഗസ്റ്റൊക്കെ വന്നപ്പോഴും എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ കൊള്ളാം എന്നൊക്കെ. ഈ ഒരു ക്രാഫ്റ്റിലൂടെ അങ്ങനെ കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ബൈ ദ വേ, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോ എന്ന രീതിയിലല്ല ഈ ലോങ് വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. ഒരു ഫ്രഷ് ഫ്ലവർ ബൊക്കെ. ഞാൻ തന്നെ ഇപ്പോൾ ഇട്ട പേരാട്ടോ ഗായ്സ് ഇത്. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല മഴയാണ്. അങ്ങനെ കുറച്ച് നനഞ്ഞ വെറ്റായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടി. അപ്പോൾ കുറച്ച് ഫ്രഷ് ഫ്ലവർ പോലെ ഒരു ബൊക്കെയൊക്കെ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ ഇതുപോലെ ബൊക്കെ റാപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് സെല്ലോ ടാപ്പൊക്കെ വെച്ച് അതിനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. വെറുതെ സമയം പോകാൻ ചെയ്തതാ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മമ്മ ഒന്ന് പറഞ്ഞു ലഞ്ച് റെഡി ആയിട്ടുണ്ട്, കഴിക്കാമെന്ന്. കുറേ കാലത്തിന് ശേഷം ഞാനും മമ്മ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് മിക്ക ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എഴുന്നേറ്റ ഉടനെ ലഞ്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ മമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചത്. മമ്മ ഇപ്പോൾ മുട്ടയൊക്കെ പൊരിച്ചു തന്നു. ചോറും സാമ്പാറും മുട്ട പൊരിച്ചത് ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ലഞ്ചാട്ടോ ഇന്നുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഞാനും സാമ്പാറും ചോറും അങ്ങോട്ട് സെറ്റ് ആവില്ല. എന്നാലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ മുട്ട പൊരിച്ചുണ്ടായിരുന്നതുകൊണ്ട് അത് കഴിക്കാൻ പറ്റി. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴും മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു വന്നപ്പോഴത്തേക്കും ഐ തോട്ട് എപ്പോഴും ഇങ്ങനെ TV കണ്ടിരിക്കുന്നതിനെക്കാട്ടി ബെസ്റ്റ് ആണല്ലോ ജേർണലിങ്. ബൈ ദ വേ, ഇപ്പം ഞാൻ നേരത്തെ കണ്ടല്ലോ, ഞാൻ എപ്പോഴും മിസ്റ്റർ ബീനാണ് ഇപ്പോൾ എപ്പോഴും കാണുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വെച്ച് കുറച്ച് ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യാമെന്ന് കരുതി. ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ഇട്ടിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് കരുതി എന്തായാലും ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ക്ലിപ്സ് കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോങ് വീഡിയോ തന്നെ ഇത് ജേർണലിംഗ് കാണിക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് നമ്മളൊരു ഗ്രീൻ കളർ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഗ്രിഡ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബ്രൗൺ പേപ്പർ എടുത്ത് റെക്റ്റാങ്കിൾ ബ്രൗൺ പേപ്പർ എടുത്ത് അതിന് റൗണ്ട് എഡ്ജായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ, ഇതും പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ജേർണലാണ്. കുറേ നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു. ഈ ഫ്ലവറൊക്കെ പോയി പറിച്ചെടുക്കണ്ടേ, അതിൻ്റെ ഒരു മടിയായിരുന്നു. ഈ വൈറ്റ് ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ആ ഒരു ഇൻസ്പോർഡ് ഏകദേശം അതേ സെയിം ഫ്ലവറൊക്കെ തന്നെയായിരുന്നു ഇതും. അങ്ങനെ ജേർണലിംഗ് കഴിഞ്ഞ് തമ്മനേൻ്റെ ഒരു 5-6 ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷമുള്ള ഫൈനൽ രൂപം ഇതായിരുന്നു. പിന്നെ പുറത്ത് നോക്കിയപ്പോഴത്തേക്കും മഴയൊക്കെ പോയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ 2-3 ഇങ്ങനെ കുഞ്ഞുങ്ങളല്ല, കുറച്ച് വലിയ താറാവുകളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, ഡക്ക്. എന്നിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്ക് കഴിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ മേടിച്ച് വെച്ചിരുന്നായിരുന്നു ഈ ഒരു ക്രസൻറ്റ്. എക്സാക്ട് പ്രൊണൗൺസിയേഷൻ ഇതാണെന്ന് എനിക്ക് അറിയില്ല ഗായ്സ്, ഞാൻ എൻ്റെ ഒരു അറിവിൽ പറഞ്ഞതാട്ടോ. മാത്രമല്ല കുറച്ച് ദിവസം മുമ്പ് കണ്ടില്ലേ, എൻ്റെ ഇത്തയ്ക്ക് +2 ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേടിച്ച കേക്കൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ബാക്കി കുറച്ച് കേക്ക് വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു. ബൈ ദ വേ, എനിക്ക് ഭയങ്കര ഹാപ്പി അല്ല, എനിക്കെന്നല്ല വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്തയ്ക്ക് ഫുൾ A+ കിട്ടുക എന്ന് പറയുന്നത്. 10th +1 ഒക്കെ ഫുൾ A+ ആയിരുന്നു. സ്റ്റിൽ ആ ഒരു സന്തോഷം ഭയങ്കര ഒരുപാടുണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബുക്സൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. എന്നല്ല എൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ അമ്മയോട് പറയുന്നുണ്ട് ബുക്ക് ബൈൻഡ് ചെയ്യണം എന്ന്. കുറച്ചധികം ബുക്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്തു. ഞാൻ ഇനി 8th ഗ്രേഡിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ 3 സബ്ജക്റ്റ് എക്സ്ട്രാ ഉണ്ട്: ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ടെക്സ്റ്റ് അല്ല, ഒരൊറ്റ ടെക്സ്റ്റാണ്. ആ ഒരു ബേസിക് സയൻസ് പറഞ്ഞ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ പക്ഷേ എക്സ്ട്രാ ബുക്സ് ഇനിയിപ്പം കൂടുതലാവും. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ഇയർ വരെ 3 സബ്ജക്റ്റ് എക്സ്ട്രാ ഇല്ലെങ്കിലും എൻ്റെ ബാഗാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞാൽ നിൽക്കുന്നത്. ഭയങ്കര വെയിറ്റാണ്. ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നെ ബുക്ക് തൂക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല മസിലൊക്കെ വെക്കും. അത്രയ്ക്കും വെയിറ്റാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഗൈസ്. എൻ്റെ ടിഫിനും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ടോട്ടലി ഭയങ്കര ഓവർലോഡ് വെയിറ്റാണ് കേട്ടോ. ബൈ ദ വേ അതിൻ്റെ ഇടയിൽ തന്നെ മമ്മയുടെ ചെറിയൊരു ബൈൻഡിങ് ക്ലാസ്സും കൂടെ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് മമ്മക്ക് കുറച്ച് വയ്യാകിയൊക്കെ ഉണ്ടായിരുന്നു, പനിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മക്ക് ടെക്സ്റ്റ് മാത്രമേ മമ്മ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനൊരു ഇരിപ്പ് എന്താ വെച്ചാൽ സ്റ്റാപ്ലറിൻ്റെ പിന്ന് തീർന്നു കേട്ടോ. അപ്പോൾ അതാണ് മമ്മ അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മേലെ വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ സ്റ്റാപ്ലറൊക്കെ എടുത്ത് വെച്ച് സ്റ്റാപ്ലർ പരിപാടീസൊക്കെ ചെയ്തു. എല്ലാ പ്രാവശ്യവും അമ്മ തന്നെയാണ് ബുക്ക് ബൈൻഡ് ചെയ്ത് ഈ ഒരു നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരൊക്കെ എഴുതി തരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാനാണ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചത്. പണ്ടൊക്കെ ബാർബി, ഷിൻചാൻ, മിനിയൻസ്, പിന്നെ കുറേ കാറ്, പിന്നെ ക്രിക്കറ്റിൽ കുറേ ആൾക്കാർ, ഇതൊക്കെ തന്നെയായിരുന്നു നെയിം സ്ലിപ്പിലെ ക്യാരക്ടേഴ്സ്. പക്ഷേ ഇപ്രാവശ്യമൊക്കെ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ്. ഞാൻ കഴിഞ്ഞ ഇയർ തൊട്ട് പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പുകളാണ് വാങ്ങിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ LKGയിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെന്തോ പഠിക്കുന്ന ടൈമിൽ ഒരു നെയിം സ്ലിപ്പ് ഉണ്ട്. ഒരു സ്ട്രോബെറി തലയിൽ വരുന്ന ഒരു ഗേളിൻ്റെ ക്യാരക്ടർ. അതൊരു കാർട്ടൂൺ എന്താ തോന്നുന്നത്. ഞാൻ കാർട്ടൂൺ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ ഒരു നെയിം സ്ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ തന്നാലും ഞാനത് ഒട്ടിക്കും. പിന്നെ ഞാൻ നെയിം സ്ലിപ്പിൽ വരെ ഒരു പ്രത്യേകതരം ഒരു ഇത് കാണിക്കാറുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിലൊക്കെ നെയിം സ്ലിപ്പിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത നെയിം സ്ലിപ്പുകളായിരിക്കും ഒട്ടിക്കുന്നത്. അങ്ങനെ ഫൈനലി ബൈൻഡിങ് പരിപാടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊണ്ട് ഡസ്റ്റ്ബിന്നിലൊക്കെ ഇട്ടു. ഇനി അടുത്ത നമ്മുടെ പരിപാടി ഈസ് ഡിന്നർ. ഇന്നിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാസ്ത ഉണ്ടാക്കുന്നത്. മാഗിയുടെ തന്നെ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഈ ഒരു പാസ്തയാണ്. പാസ്ത എല്ലാം സെറ്റായി മമ്മ ഇങ്ങനെ സെർവ് ചെയ്യാൻ പോയിട്ടോ. ഇപ്പോൾ കാണുമ്പോഴത്തേക്കും നല്ലൊരു വൈറ്റ് ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിലും ആദ്യമേ സ്റ്റീൽ പ്ലേറ്റിലായിരുന്നു മമ്മ സെർവ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എസ്തെറ്റിക് മുഖ്യം ഹേ, അപ്പോൾ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന്. അങ്ങനെ പ്ലേറ്റിലോട്ടൊക്കെ സെർവ് ചെയ്തു. അതിനുശേഷം റൂമിലൊരു കോസി വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിൽ ഈ ഒരു യെല്ലോ ലൈറ്റ് ഇട്ടു. എന്നിട്ട് ഈ ഒരു ഫ്രാഗ്രൻറ്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ ആനിമിയാണ് ഞാൻ കണ്ടത്. ഇതിൽ ടോട്ടൽ 13 എപ്പിസോഡ്സ് ഉണ്ട്. ഞാനാകെ ഒരു 3-4 എപ്പിസോഡ്സാണ് 2 ആഴ്ച മുമ്പ് കണ്ടിട്ട് വെച്ചത്. അപ്പോൾ ഇന്നും കൂടെ ഒരു 2-3 എപ്പിസോഡ്സ് കണ്ടു. ബൈ ദ വേ പാസ്തയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ചിക്കൻ കറിയൊക്കെ കുടിച്ച ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു ആവറേജ് ഒക്കെ തോന്നിയുള്ളൂ. കൂടുതലും ഞാൻ അവസാനം ബാക്കി ഇത്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. ഞാൻ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ പിന്നിട്ട് കെട്ടുക ചെയ്യില്ല. കുറച്ച് പണിയുള്ള പരിപാടിയാണെങ്കിലും എനിക്കിപ്പോൾ ഇതാണ് കുറച്ചധികം ഇഷ്ടമുള്ളത്. ഇപ്പോൾ എപ്പോഴും ഞാൻ ഇത് തന്നെ കെട്ടല്. അതിനുശേഷം ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് സെറ്റായി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരു 1-2 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എഡിറ്റ് ചെയ്യാൻ തീരെ ടൈം കിട്ടുന്നില്ല. പല ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്ത് പോയില്ലായിരുന്നു. അതിനുശേഷം ഇതിനൊന്ന് നേരെ ഇരുത്താൻ നോക്കിയതാ, പക്ഷെ ഇതിങ്ങനെ ചരിഞ്ഞ് കിടക്കുള്ളൂ ഗൈസ്. എന്നിട്ട് ഞാൻ കുറച്ച് നാളുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കാണിത്. നോട്ടി അമേലിയ ജെയിൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇത് എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത് ഇത്. അതുകൊണ്ട് തന്നെ ഏത് കുഞ്ഞുകുട്ടികൾക്ക് വേണമെങ്കിലും ഇത് പെട്ടെന്ന് വായിച്ചാലൊക്കെ അത്യാവശ്യം നല്ല മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് കിടക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഇന്നിപ്പോൾ വായിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനൊരു 3-4 എത്ര പേജാണ് എനിക്കിപ്പോഴും ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഒരു 7 പേജോളം വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ദി ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഡേ ചെയ്യാൻ പോകുന്ന ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓർഡർ ഓഫ് ക്ലീൻ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒരു സൗണ്ട്. എന്തായാലും അതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ബൈ ഗൈസ്.